നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എലിയെ പുകച്ച് പുറത്ത് ചാടിക്കുന്നത് പോലെ നിന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ മാധുശ്രീക്ക് അറിയാമടി. ദൈവം വീണ്ടും മാധുശ്രീക്കൊപ്പാ. ഹലോ, ആരാ? ഞാൻ മധുശ്രീയാ കാർത്തികേ. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്നെ? മറന്നതല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കാർത്തികയുമായി ഏതോ ഒരു ജന്മാന്തര ബന്ധം പോലെ. സംസാരിച്ച് തീർന്നില്ല എന്നൊരു തോന്നൽ, അതാ വിളിച്ചത്. മധുശ്രീ ഒരു ആപത്താണ്. അവളുടെ മുഖത്ത് തന്നെ അത് എഴുതി വച്ചിട്ടുണ്ട്. അവളുമായി കൂടുതൽ അടുക്കുന്നത് എന്റെ കള്ളി വെളിച്ചത്താക്കും. വിഷ്ണുവേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നിരുന്നതല്ലേ അവൾ. എന്റെ നന്മയ്ക്കാവില്ല അവൾ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത്. കാർത്തിക എന്തോന്നും മിണ്ടാത്തത്? ഞാനിവിടെ അല്പം തിരക്കിലായിരുന്നു മധുശ്രീ. ഓ, മൊബൈലിൽ സംസാരിക്കാൻ പോലും സമയമില്ലാത്ത അത്ര തിരക്കാ? എന്നാൽ കാർത്തികയുടെ തിരക്കൊക്കെ തീർക്കാൻ പറ്റുന്നൊരു കുഞ്ഞു മാജിക് കാണിച്ചു തരട്ടെ ഞാൻ. കാർത്തിക, ഞാൻ പറയുന്നിടത്ത് വരും. ഇപ്പോ ഈ നിമിഷം. എന്താ മധുശ്രീ, ഒരു ഭീഷണിയുടെ സ്വരം? ഏയ്, ഭീഷണി ഒന്നും അല്ല കാർത്തികേ. ചെറിയൊരു വിശേഷം പറയാനാ ഞാൻ ഫോൺ ചെയ്തത്. ഞാനേ ഇപ്പൊ ഇവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാളെ ഒരു പെൺകുട്ടിയെ തെരഞ്ഞു നടക്കുകയാ. ആ പയ്യന്റെ പേര് ജയശങ്കർ. നിശ്ചയ ചടങ്ങിന്ന് അവനെ കബളിപ്പിച്ചു മുങ്ങിയ പെൺകുട്ടിയുടെ ഫോട്ടോ അവൻ എന്നെ കാണിച്ചു. ആ പെൺകുട്ടിക്ക് കാർത്തികയുടെ മുഖഛായ ഉണ്ടോന്നൊരു സംശയം. അപ്പോ കാർത്തികയൊന്ന് വിളിക്കാൻ തോന്നി. ആ കുട്ടിയെ എവിടെ കണ്ടാലും വിവരം അറിയിക്കാനാ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്പരും എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഒരു സംശയം അവനെ വിളിച്ച് ഷെയർ ചെയ്തോട്ടെ. അല്ല കാർത്തിക, തിരക്കിലല്ലേ? ഞാൻ വെച്ചേക്കുവാണേ. അയ്യോ, വെക്കല്ലേ മധുശ്രീ. അല്ല കാർത്തികേ, ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മധുശ്രീ, ഇപ്പൊ എവിടെയാ നിൽക്കുന്നേ? ഞാൻ ഇവിടെ പാർക്കിനടുത്തുണ്ട്. എന്താ കാർത്തികേ? അല്ല, എനിക്ക് അങ്ങോട്ട് വരാനാ. മധുശ്രീ ഒന്ന് കാണണം. അല്ല, കാർത്തികേല ഇപ്പൊ പറഞ്ഞത് ഭയങ്കര തിരക്കിലാണെന്ന്. അല്ല, തിരക്കൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ശരി. അല്ല, ഇതിനിടയില് വേറെ ആരെയും വിളിക്കില്ലല്ലോ? 20 മിനിറ്റാ മാക്സിമം നിനക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. അതിനുള്ളിൽ നീ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ആരെങ്കിലും ഒക്കെ വിളിച്ചെന്നിരിക്കും. അല്ല, വേണ്ട വേണ്ട, ഞാൻ ഉടനെ വരാം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സത്യഭാമയുടെ തോളത്തിരുന്നോണ്ട് എന്റെ തല ചവിട്ടിയവളല്ലേടി നീ. എലിയെ പുകച്ച് പുറത്ത് ചാടിക്കുന്നത് പോലെ നിന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ മാധുശ്രീക്ക് അറിയാമടി. ദൈവം വീണ്ടും മാധുശ്രീക്കൊപ്പാ. മധുശ്രീക്ക് എങ്ങനെയാ ജയശങ്കറിനെ? ജയശങ്കറിനെ അറിയാം. അയാള് കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് കാർത്തികയും അവളുടെ അച്ഛനമ്മമാരെ അറിയാം. അയാള് കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് കാർത്തിക കല്യാണ നിശ്ചയച്ചടങ്ങിന്ന് ചാടിപ്പോന്നതാന്നും അറിയാം. അല്ല കാർത്തികേ, എല്ലാം അറിയാമായിരുന്നിട്ടും എനിക്കൊരു സംശയം മാത്രം ബാക്കി. ഇത്രയും ബന്ധുക്കൾ ഉണ്ടായിട്ട് നീ എന്തിനാ അനാഥയാണെന്ന് കള്ളം പറഞ്ഞത്? അത് നിനക്കറിയില്ലാത്ത വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സത്യമ്മ എന്തും ക്ഷമിക്കും. പക്ഷേ കള്ളം പറയുന്നതും ചതിക്കുന്നതും മാത്രം അവർ ക്ഷമിക്കില്ല. സത്യമ്മയുടെ റൂമില് ഡ്രോയറിലൊരു പിസ്റ്റൾ ഇരിപ്പുണ്ട്. നീ അത് കണ്ടിട്ടുണ്ടോ?
ആ പിസ്റ്റലിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഹാ, നീ എത്തിയതല്ലേ ഉള്ളൂ. അത് കാണാനുള്ള അവസരമൊന്നും ഉണ്ടായി കാണില്ല. പക്ഷെ ഇക്കണക്കിന് ആ പോക്കെങ്കിൽ ഉടനെ തന്നെ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്നാ തോന്നുന്നേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സത്യാമ്മയൊന്ന് വിളിക്കാം. അപ്പൊ ചിലപ്പോ സത്യാമ്മ നിനക്ക് ആ പിസ്റ്റല് കാണിച്ചു തന്നേക്കും. വേണ്ട മധുശ്രീ, സത്യം അറിഞ്ഞ എനിക്ക് മാത്രമല്ല വിഷ്ണുവേട്ടനും കൂടി പ്രശ്നമാവും. വിഷ്ണുവേട്ടൻ എങ്ങനെ പ്രശ്നമാകും? നീയല്ലേ കള്ളം പറഞ്ഞത്? അതൊന്നുമില്ല. പറയടി, പറയാനാ പറഞ്ഞത്. നീ പറയുന്നോ അതോ ഞാൻ സത്യാമ്മ വിളിക്കണോ? എങ്കിൽ ശരി, ഞാൻ വിളിക്കാം. അയ്യോ വേണ്ട മധുശ്രീ, പ്ലീസ്. വേണ്ടെങ്കിൽ നീ സത്യം പറ. അത് ഒന്ന് പെട്ടെന്നായിക്കോട്ടെ, ഞാനവിടെ വെയിറ്റിംഗാ. ഒരു പ്രണയ നൈരാശ്യമാണ് തന്നെ ഇപ്പൊ ഈ പാറത്തുമ്പിലെത്തിച്ച്. അവനില്ലാതെ എനിക്കും ഞാനില്ലാതെ അവനും ഒരു ജീവിതമില്ലാന്ന് ഞങ്ങൾ വിശ്വസിച്ചുറപ്പിച്ചതാ. അതിനിടയിലാ അവൻ ജോലിക്ക് വേണ്ടി US പോയത്. അച്ഛനറിയാവുന്ന ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന പോലെ എന്നെ തൂക്കും. ഇയാളുടെ അച്ഛനെ എത്തി നോക്കാൻ ധൈര്യപ്പെടാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, എന്റെ വീട്. പക്ഷെ അവിടെ ഇപ്പൊ ഇതിന്റെ ഇരട്ടി പ്രശ്നങ്ങളാ. വിഷ്ണുട്ടാ, എനിക്കിപ്പോ തോന്നിയൊരു ഐഡിയ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ? കല്യാണം കഴിച്ചതായി നമ്മൾ അഭിനയിക്കുന്നു. ഡീൽ? ഇതാണുണ്ടായത്. നീയും വിഷ്ണുവുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് സത്യാണോ? അന്നത്തെ ആ കല്യാണ വേഷവും താലിയും സിന്ദൂരവും എല്ലാം കള്ളമായിരുന്നു. നീ എന്നേക്കാൾ വലിയ കള്ളിയാണല്ലോടി. ഗതികേട് കൊണ്ട ഒരപേക്ഷയുണ്ട്. ഇക്കാര്യം ഇനി ഒരാൾ അറിയരുത്. ഇക്കാര്യം ഇപ്പോ നിനക്കും വിഷ്ണുവിനെ അറിയൂ അല്ലേ? അതെ. മൂന്നാമതായി അറിയാവുന്നത് എനിക്കും. അതെ. രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊള്ളാം. നാടകത്തിന്റെ കർട്ടൻ വീഴുമ്പോ ഹർഷൻ നിനക്കും ശാലിനി വിഷ്ണുവിനും സ്വന്തം. പക്ഷേ എനിക്കെന്താ കാർത്തിക ഗുണം? അത് വിഷ്ണുവേട്ടനെ നിനക്കിഷ്ടമാണെന്ന് എനിക്കറിയാം മധുശ്രീ. നിങ്ങളുടെ കല്യാണ മണ്ഡപത്തിൽ നിന്നല്ലേ വിഷ്ണുവേട്ടൻ ഓടിപ്പോയത്. വിഷ്ണുവേട്ടനിപ്പോ എന്റെ ഭർത്താവായി അഭിനയിക്കുക മാത്രമാണെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.